നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കട്ട്ലറ്റാണ്. ഞാനിന്ന് ബീഫ് കൊണ്ടാണ് കട്ട്ലറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. കടകളിൽ നിന്നൊക്കെ എടുത്തു പറയണം, ചില കടകളിൽ നിന്നൊക്കെ നമ്മൾ കട്ട്ലറ്റ് വാങ്ങി കഴിക്കുവാണെങ്കിൽ അയ്യോ ഇനി മേലെ കട്ട്ലറ്റ് വാങ്ങില്ല എന്നുള്ളൊരു ശബ്ദത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. മീറ്റും ചിക്കനും ഒക്കെ പകരം കുറേ ഉള്ളിയും കുറച്ച് മസാലകൾ മാത്രമാണ് കാണുന്നത്. അപ്പോഴാണ് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. നല്ല ചൂട് ചായക്കൊപ്പം കട്ട്ലറ്റും സോസും അതിൻ്റെ കൂടെയുള്ള ഉള്ളി മിക്സും ഒക്കെ എന്തൊരു ടേസ്റ്റാണല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഇനിയും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരിഗണിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻസും ഒക്കെ തരുന്ന കാര്യം ആരും മറക്കരുത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇന്ന് ബീഫ് കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ബീഫാണ് എടുത്തു വെച്ചിട്ടുള്ളത്. 1/2 കിലോ ബീഫ് കഴുകി വിനീഗർ ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വെള്ളം പോകാൻ വേണ്ടി വെച്ചതാണിത്. അതിനുശേഷം ചെറുതായിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം നല്ലതുപോലെ പോയ ബീഫ് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നല്ലതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പും കൂടിയാണ്. ഇത് രണ്ടും ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് നല്ലതുപോലെ ഉപ്പും കുരുമുളകും ഒക്കെ ബീഫിലേക്ക് പിടിക്കും. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഇനി ബീഫ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത്. കുക്കറിൽ കുക്ക് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബീഫ് നമുക്ക് വേഗം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങി വരും, എന്നാലും ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അഥവാ അടിക്ക് പിടിച്ച് പോയാലോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ്. എന്തായാലും വെള്ളം എക്സസ് ആയിട്ട് ഇതിൽ നിന്ന് വരും. ഇപ്പം ഒരു 5 വിസിലിന് ശേഷം തുറന്നപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഫുള്ള് വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം. അതിനുശേഷം കട്ട്ലറ്റിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ കുക്ക് ചെയ്തെടുത്ത ബീഫാണ്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഉരുളക്കിഴങ്ങാണ് എടുക്കേണ്ടത്. ബീഫിനേക്കാളും എപ്പോഴും അളവ് കുറവായിരിക്കണം ഉരുളക്കിഴങ്ങിൻ്റെത്. 1/2 കിലോ ബീഫിനൊരു കണക്ക് പറയുകയാണെങ്കിൽ 250 ഗ്രാം എടുക്കാം. എന്നാലും ബീഫ് കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് കുറയും, വെള്ളമൊക്കെ മാറിയിട്ട്. അപ്പോൾ ഒരു 180 ഗ്രാമൊക്കെ എടുത്താലും മതിയാവും. അതായത് ഒരു വലിയ പൊട്ടറ്റോ ആണ് അതിൻ്റെ കണക്ക്. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. നമുക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങാം. അതല്ല നമ്മുടെ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് ചെറുതായിട്ട് കല്ലിലിട്ട് ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഒന്ന് മുരിഞ്ഞു വരും. അതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളകാണ് എടുക്കുന്നത്. 3, 4, 5 ഒക്കെ നമുക്ക് എടുക്കാം, 1/2 കിലോ ബീഫിൻ്റെ കണക്കനുസരിച്ച്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാളയാണ്. ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് ഇനിയിപ്പോൾ അരിഞ്ഞെടുക്കണം. നല്ലൊരു വലിയ മുട്ട തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 2 വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇപ്പം ഞാൻ ബാക്കി എല്ലാ സാധനങ്ങളും നല്ലതുപോലെ മിൻസ് ചെയ്ത് അരിയുന്നതാണ് ഏറ്റവും നല്ലത്. വലിയ കഷ്ണങ്ങളായിട്ട് അരിയുവാണെങ്കിൽ നമുക്ക് കട്ട്ലറ്റ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഷേപ്പാക്കി എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പോൾ എല്ലാം ഞാൻ നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ പൊടിച്ചു കൊടുത്തു. ഇനി നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഒരു 2-2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളിക്ക് ചെറിയൊരു പച്ച മണം കാണും, ഒന്ന് വഴറ്റുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ചെറുതായിട്ട് അത് ഞാനൊന്ന് വഴറ്റി തുടങ്ങി. അതൊന്ന് പച്ചമണമൊക്കെ മാറിയപ്പോൾ അതിലേക്ക് ചെറുതായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചു. ഇഞ്ചിക്കൊക്കെ നല്ല എരിവാണ്, ഇന്ത്യൻ ഇഞ്ചിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഗരം മസാലപ്പൊടിയാണ്. 1 ടീസ്പൂണാണ് ചേർത്തത്. ഒരു 3-4 നുള്ളെന്ന് വേണമെങ്കിൽ പറയാം. 1/8 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഞാൻ ചേർത്തത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് മുളക് പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാൻ എന്തായാലും ചേർക്കാറില്ല, കാരണം കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്തി നിൽക്കുന്നതാണ് എനിക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇഷ്ടം. ഇനി മസാലയ്ക്കൊരു ചുമന്ന കളർ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. ബീഫ് ചെറുതായിട്ടൊന്ന് ചൂടായാലും മതി. പക്ഷേ ഞാനാണെങ്കിൽ ഈ ബീഫ് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാറുണ്ട്. വരട്ടുക എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ഡ്രൈ ആവുക എന്നല്ല, എന്നാലും നമ്മൾ ബീഫ് ഫ്രൈക്കൊക്കെ ചെയ്യുന്നത് പോലെ കുറച്ച് നേരം കൂടുതൽ ഞാനിതൊന്ന് ബീഫിനെ ഒന്ന് മൊരിച്ച് പോലെ എടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ കട്ട്ലറ്റിന് ഭയങ്കര ടേസ്റ്റ് കൂടുതലാണ്. ഒരു 1.5
ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ എക്സ്ട്രാ നമ്മൾ ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 4-5 മിനിറ്റ് ചെറു തീയിലൊന്ന് നല്ലതുപോലെ നമുക്ക് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയം വരെ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കാം. ബീഫ് മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ പുഴുങ്ങി പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഞാനൊന്ന് നോക്കിയിരുന്നു, അപ്പോൾ ഒരല്പം കുറവുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുവാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുരുമുളക് പൊടിയോ ഗരം മസാല പൊടിയോ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാൻ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഇത് ഇനി ഒന്ന് അടച്ചു വെക്കാം. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമുക്ക് എത്ര വലിപ്പത്തിലുള്ള കട്ട്ലറ്റ് വേണമെന്നതിനെ അനുസരിച്ച് നമുക്കൊരു ബോൾ പോലെ കുറച്ചെടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചൊന്ന് പരത്തി ഷേപ്പാക്കി നമുക്ക് എടുക്കാം. ചില ആൾക്കാർക്ക് വട്ടത്തിലുള്ള കട്ട്ലറ്റ് ഇഷ്ടമല്ല. അപ്പോൾ ഈ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട്ലറ്റ് പരത്തിയെടുക്കാം. ഇപ്പോൾ എല്ലാ കട്ട്ലറ്റും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം 9 എണ്ണമൊക്കെയാണ് കിട്ടിയത്. മുട്ട ഞാൻ 2 എണ്ണം എടുത്തു. എന്തിനാണെന്ന് വെച്ചാൽ 1/2 കിലോയ്ക്ക് ഒറ്റ കോട്ട് മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ ഒരു മുട്ട മതി. ഞാൻ ഇന്ന് ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്തത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മുട്ടയിൽ മുക്കി നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുത്ത് പണി കഴിഞ്ഞു. പക്ഷേ പൊട്ടിപ്പോകാതൊക്കെ ഇരിക്കണമെങ്കിൽ നമുക്കൊന്നും കൂടി മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും നമുക്കൊന്ന് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല കട്ടിയായിട്ട് നമ്മുടെ കട്ട്ലറ്റ് കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം നല്ലതുപോലെ ബ്രെഡ് ക്രംസിലൊക്കെ നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, എന്ത് സാധനങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ എണ്ണ ഒരു മീഡിയം ഹൈയിൽ മാത്രമേ പാടുള്ളൂ. ഒരുപാട് ചൂടായ എണ്ണയിലോട്ടാണ് നമ്മളിത് ഇടുന്നതെങ്കിൽ വല്ലാണ്ട് കരിഞ്ഞു പോകും ഇതിൻ്റെ പുറം. പിന്നെ വേറൊരു കാര്യം, ഈ കട്ട്ലറ്റിന് അങ്ങനെ അധികം കുക്കിംഗ് ടൈമൊന്നും ആവശ്യമില്ല. കാരണം നമ്മളിതിൻ്റെ അകത്ത് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഓൾറെഡി കുക്ക്ഡാണ്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ കട്ട്ലറ്റ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. ഇപ്പോൾ ഒരു മീഡിയം കളർ ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ ഒന്ന് കുക്കാവണം. ഇടയ്ക്കൊക്കെ നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. കട്ട്ലറ്റ് ഒന്നും പൊട്ടാതെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ അളവിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ ഏകദേശം റെഡിയായി വരുവാണ്. നമ്മളിത് എടുക്കാനായിട്ടാണ് പോകുന്നത്. നല്ലൊരു ഗോൾഡൻ ബ്രൗണി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.